കളിക്കളത്തിലേക്ക് തിരിച്ചെത്താനുള്ള ബ്രസീൽ താരം നെയ്മർ ജൂനിയറിന്റെ കാത്തിരിപ്പ് നീളുന്നു. നെയ്മർ കളിക്കുന്ന സൗദി ക്ലബ് അൽ ഹിലാലിന്റെ പരിശീലകൻ യോർഗെ ജെസ്യൂസ് ആണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. താരത്തിന്റെ തിരിച്ചുവരവിനെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ശക്തമായതിനെ തുടർന്നാണ് പരിശീലകൻ രംഗത്ത് വന്നത്. അടുത്ത വർഷം ജനുവരിയോടെ മാത്രമേ നെയ്മറിന് കളിക്കാൻ കഴിയൂവെന്ന് ജെസ്യൂസ് വ്യക്തമാക്കി. 2023 ഒക്ടോബർ 19 ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ കളിക്കുന്നതിനിടെയാണ് നെയ്മറിന്റെ കാലിന് സാരമായി പരിക്കേറ്റത്. തുടർന്ന് താരം ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി. നെയ്മർ സൗദി ക്ലബ് അൽ ഹിലാലിനൊപ്പം പരിശീലനം ആരംഭിച്ചെന്നും ഈ വർഷം തന്നെ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുമെന്നും വാർത്തകളുണ്ടായിരുന്നു. ഹിലാലിലെത്തിയതിനു ശേഷം 5 മത്സരങ്ങളിൽ മാത്രമാണ് നെയ്മർ കളിച്ചത്. നെയ്മറിന്റെ അഭാവം ക്ലബ്ബിൽ പ്രകടമല്ലെങ്കിലും ബ്രസീൽ ടീമിനെ കാര്യമായി ബാധിക്കുന്നുണ്ട്. നെയ്മർ പരിക്കേറ്റ് പുറത്തുപോയതിനു ശേഷം ദേശീയ ടീമിന്റെ പ്രകടനം ശരാശരിക്കും താഴെയാണ്. കരിയറിൽ ഒട്ടേറെ തവണ നെയ്മറിന് പരിക്കേറ്റിട്ടുണ്ട്. ഫ്രഞ്ച് ക്ലബ് PSG ഉണ്ടായിരുന്ന കാലത്ത് 102 മത്സരങ്ങളാണ് പരിക്ക് മൂലം താരത്തിന് നഷ്ടമായത്. 2017 മുതൽ 2023 വരെയുള്ള കാലത്താണ് ഇത്രയും മത്സരങ്ങൾ നഷ്ടമായത്. 2013 മുതൽ 2024 വരെയുള്ള കരിയറിൽ നെയ്മറിന് 38 തവണ പരിക്കേറ്റു. ഇതോടെ ആകെ 1272 ദിവസങ്ങൾ നെയ്മർ പുറത്തിരിക്കേണ്ടി വന്നു. ക്ലബിനും രാജ്യത്തിനുമായി ആകെ 230 കളികൾ നെയ്മറിന് നഷ്ടമാവുകയും ചെയ്തു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.